ലോക കണ്ടിട്ട് ഡിക്യുനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ എന്താ കേസ് പറയാം, ഞാൻ അങ്ങനെ ആരും വിളിക്കാറില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യാറില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എന്തൊക്കെയുണ്ട് സുഖമല്ല ചായ കുടിച്ചു ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓക്കെ. ഞാൻ കാണുമ്പോൾ വി ഹാവ് ദിസ് ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് ലവ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ടോവിനോ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ്. എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും എവിടെയാണ് എന്തൊക്കെയുണ്ട്. ഇടയ്ക്കെങ്കിലും ഒരു കോൾസ് ഇല്ല, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്. ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും ഒരു പടത്തിൽ അഭിനയിച്ചതിൻ്റെ പ്രൊമോഷൻ സമയത്ത് മാത്രമേ എന്നെ കാണും, അല്ലെങ്കിൽ എന്നെ മഷിയിട്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എഴുത്തും പരിപാടികളൊക്കെ എഴുത്തും പരിപാടിയില്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്കാണ് ഫാമിലി ഒന്നും ഒറ്റത്തടിയാണ്. അല്ല, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യില്ല, ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്ക് ഫാമിലി ഇല്ല, എന്ത് ഫാമിലി സ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത്. ചേച്ചി വളയുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ പറഞ്ഞ അച്ഛൻ പെരുമാറുണ്ട്. അപ്പം ഞാൻ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിക്ക സമയത്ത് ഒറ്റയ്ക്ക്. എനിക്ക് അങ്ങനെ അത് പറഞ്ഞ ഒറ്റത്തടിയാണ്. അല്ല, അപ്പൊ ഈ സിനിമയിലെ ഈ കല്യാണം മുടക്കികളുടെ സംഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും മുടക്കാൻ പോയിട്ടില്ലല്ലോ. അല്ല, മുടക്കിയിട്ടുണ്ടോ എന്ന്. ഞാനാ? ചേട്ടന്റെ എന്റെ അല്ല, എന്ത് കേസ് പറയാം, അങ്ങനെ സംഭവിച്ചതല്ല. അങ്ങനെയൊന്നും അല്ല, അത് കല്യാണം മുടക്കിയതല്ല, ഡൈവോഴ്സ് ആയി പോയി ഒന്ന്. ഓ, അങ്ങനെയാണോ? അതെ, അങ്ങനെയല്ല. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതല്ല, ഞാൻ പൊതുവേ ഇൻട്രോവേർട്ടാണ്. ഞാൻ ഈ പറയുന്ന ഫിലിം പ്രൊമോഷൻ, എന്നിട്ട് ഇതില്ലേ ഫിലിം പാർട്ടീസ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്, ഞാൻ പോയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. ഞാൻ ഈ പടത്തിന്റെ സാധനം ഷെയർ ചെയ്യുന്നല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ടൈം ഞാൻ ഒരിക്കലും സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നല്ലതല്ല, എനിക്കറിയാം. പക്ഷേ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെയാണ്. എനിക്ക് എൻ്റെ പ്രൈവസിയും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇത് എനിക്ക് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അല്ല, സോളോ ആയിട്ട് ആ കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അതാണെന്ന് എല്ലാവരും പറയാം. അല്ല, ഞാനെന്താ കേസ് പറയാം, എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ആരുമായിട്ട് അങ്ങനെ അധികം ചേർന്നു പോവില്ല. അത് മറ്റുള്ളവരുടെ സ്വഭാവം കൊണ്ടാണോ സ്വന്തം സ്വഭാവം കൊണ്ടാണ്? ചിലപ്പോൾ എൻ്റെ സ്വന്തം ആയിരിക്കും, എനിക്കറിയില്ല. എനിക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വല്ലാത്തൊരു പറയാൻ പാടുന്ന എനിക്ക് അറിയില്ല. പക്ഷേ എന്നെ ഇപ്പോൾ കാണാൻ, എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാതും അറിയാം. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് വന്നു നിൽക്കും, ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, സോ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പറയും, നീ പോകണില്ലെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കും, ഓക്കെ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അല്ല, അങ്ങനെയല്ല, വന്ന കാര്യം കഴിഞ്ഞ് കണ്ടു, സ്നേഹം പങ്കുവെച്ചെല്ലാം കഴിച്ചു, 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകണ്ടേ, വീട്ടിൽ പോയിക്കോ. 2 മണിക്കൂറായി പങ്കുവെക്കൽ കഴിഞ്ഞു പോയിക്കോ. ഞാൻ അങ്ങനത്തെ ആളാണ്. അപ്പം എനിക്ക് എന്താ പറയുക, എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കും മുൻപാരി എൻ്റെ ടെറിഞ്ഞു പോയിട്ടുണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നു ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെ വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന അങ്ങനത്തെ ഒക്കെ മൈൻഡായിട്ട് ഇങ്ങനെ ആയിപ്പോയതാണോ അതോ ഇങ്ങനെ? അങ്ങനെയല്ല, ഞാൻ പണ്ടേ ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ സോഷ്യലി അങ്ങനെ അതേ പറയാം, സോഷ്യലി ഐ ലുക്ക് ലൈക്ക് എൻ എക്സ്ട്രോവേർട്ട്, ബട്ട് ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ സംസാരിക്കുന്ന അതേ പറഞ്ഞു. അപ്പം എന്നെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാന്ന് തോന്നുന്നു, പക്ഷേ ശരിക്കും ഇൻട്രോവേർട്ടാണ്. ആംബിവേർട്ടാണോ? അങ്ങനെ എന്തോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്കതാ പറഞ്ഞു. അപ്പൊ എനിക്ക് പൊതുവെ ആരുമായിട്ടും ഒരു പരിധിയുടെ മേലെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ എന്താ എന്റർടൈൻമെന്റ്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ ചെയ്യും? സിനിമകൾ കാണും? അല്ല, അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞതല്ലേ, ഞാൻ ചിന്തകളിൽ മറിയും. അല്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. കുക്ക് ചെയ്യും, ഞാൻ വീടടിച്ച് വരി തുടച്ചിടും, എൻ്റെ ചിന്തകൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എഴുതും, സിനിമകൾ കാണും, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കണ്ട, പണിയെടുക്കും. അപ്പം അങ്ങനെ അതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നതല്ല, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ, കാണാറുള്ളൂ. ഓക്കെ. ഞാൻ വിചാരിച്ചതെന്ന് അറിയാം, ഇപ്പോൾ ലോകയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങളൊരു കോൺവെർസേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പടം ഗംഭീര സിനിമ, ഞാൻ വിളിച്ചത് ഗംഭീര അങ്ങനെയല്ല. എന്തായാലും അല്ല, എനിക്ക് ഡൊമിനിക് അരുണിനെ നേരത്തെ അറിയാം. അപ്പോൾ ഞങ്ങൾ മെക്സിക്കൻ അവാർഡ് ചെയ്യുന്ന സമയത്താണ് ടൊവിനോനെ വെച്ചിട്ട് മറ്റേ തരംഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. എനിക്ക് അന്നോട്ടെങ്കിൽ ഡൊമിനിക്കിനെ എനിക്ക് അറിയാം, ഭയങ്കര ഫ്രണ്ട്സൊന്നുമല്ല, അതിനു ഈ പറയുന്ന പോലെ ദുൽഖറും ഈ പറയുന്ന പോലെ പടം മൊത്തം ഞങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഞങ്ങൾ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് സ്നേഹ സംഭാഷണം, അതെനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾ സംസാരിക്കും, സിനിമേനെ ഡിസ്കസ് ചെയ്യും, അതൊക്കെയുണ്ട്. പക്ഷെ അല്ലാണ്ട് ഞാൻ വിളിച്ചിട്ട് ഓരോ മാസം കൂടുമ്പോൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ആക്ച്വലി ഇങ്ങനത്തെ ഈ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാത്തതേ ഈ സിനിമയിൽ നിന്നൊന്നും ഇങ്ങനെ പുൾ ബാക്ക് ചെയ്യുന്നുണ്ടെന്നൊരു തോട്ട്. ഞാൻ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്തിട്ട് പോലും ആരും ഡേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്ത് കാര്യത്തിൽ എൻ്റെ സമയം കളഞ്ഞിട്ട് അടുത്ത് പോയിട്ട് മനസ്സിലായോ. എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എന്താ കേസിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ലെറ്റ്സ് ഒരു സ്റ്റാർ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി, ഞാൻ പിച്ച് ചെയ്തു, മൂപ്പര് സ്ക്രിപ്റ്റ് വായിച്ചു, മൂപ്പര് പറയണം എനിക്ക് എന്താ പറയുക അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം,
ഞാൻ പറയും എൻ്റെ വിഷൻ മാറിപ്പോവാണെന്ന് ഞാൻ വരത്തില്ല, ചെയ്യില്ല. ഓക്കെ. അപ്പം എന്നിട്ട് അവരിപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് വെച്ചാൽ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടെന്ന് പറയും. ഓക്കെ. മനസ്സിലായി. എനിക്ക് ഒരു ആക്ടർ എൻ്റെ കൂടെ അഭിനയിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ സെഡ് സറണ്ടർ ചെയ്യണം എൻ്റെ വിഷൻ. ഓക്കെ. അപ്പോൾ അവർക്ക് അതിൽ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, വേണ്ട പറ്റിക്കുന്നു പറയും. സജഷൻ പറയാനുള്ള ഒരു സജഷൻ, നല്ല സജഷൻ തീർച്ചയായിട്ടും. അതിപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ അസിസ്റ്റൻസ് വരെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സജഷൻ പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ എടുക്കും നല്ലതാണെന്നുണ്ടെങ്കിൽ, അതിനല്ല പ്രശ്നം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ, പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ വിഷൻ, അത് ഉദ്ദേശിക്കുന്ന സാധനത്തിൽ നിന്ന് ഡീവിയേറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഇത് സരോജ് കുമാറിന്റെ ഇന്റർഫിയറൻസ് ഒക്കെ പോലെയാണോ? അങ്ങനെ എൻ്റെ കാര്യം പറയും, ഇത് വാശിയല്ല, ഇത് എല്ലാവരും പറഞ്ഞ കാര്യം. അവിടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പടം നടക്കും, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട പടം. മനസ്സിലായോ? കാരണം എന്താ കാര്യം, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ നാളെ സിനിമയായിട്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു സാധനം ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല എന്താന്ന്. പക്ഷേ അങ്ങനെ നിന്ന് പോയ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. അല്ല, ഞാനത് സിനിമയായിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ മുമ്പ് ചെയ്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തീരുമാനം, അപ്പോൾ അങ്ങനെ എന്തിനാണ് സിനിമ ചെയ്യുന്നത്? കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്താ പറയുക, ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്തിനാണ് സിനിമ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയട്ടെ, ഞാൻ കുറേ പടങ്ങൾ മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നടക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. ക്രിയേറ്റീവ് ഡിഫറൻസസ് കാരണം വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഞാൻ ആ താരങ്ങളായിട്ട് ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്, എനിക്ക് അവരുടെ യാതൊരു പ്രശ്നമില്ല. കാരണം അപ്പം ഞാൻ അവരെന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, ഞാൻ പറയും എനിക്ക് എൻ്റെ വിഷയം ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെന്ന് ഞാൻ ചെയ്യില്ല എന്ന് പറയും. കോംപ്രമൈസ് അല്ല, ഭയങ്കര ഓരോ വാക്കിനും ഓരോ വെയിറ്റേജ് ഉണ്ട്. അതായത് കോംപ്രമൈസ് ചെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഷൂട്ടിങ് നമ്മൾ ബാഹുബലി 10 പടം ചെയ്യണം, ഒരു പറമ്പ് വന്ന് 5 ആൾക്കാർ, അതാണ് കോംപ്രമൈസ്. മനസ്സിലായോ? അങ്ങനെയല്ല, നമ്മൾ വിഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ദുൽഖർ എന്താ പറയുക എന്ന് പറയുന്ന ഒരു ആക്ടർ സ്റ്റാർ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തോണെങ്കിൽ തീവ്രം നോക്കി സിനിമ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് അവിടെ കോംപ്രമൈസ് അല്ല. അപ്പം ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം. അപ്പോൾ എന്താ പറയുക, വിഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാണെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നില്ല. ദുൽഖർ വിഷണറിയാണ് മൂപ്പര് അതാ പറഞ്ഞ മൂപ്പരില്ല ഉള്ളത് കൊണ്ടാണ് ലോകപത്ത് സിനിമ ചെയ്ത് ഇറങ്ങിയത്. അതിൻ്റെ ഒരു പ്രീ ബിസിനസ്സും ഒന്നും നോക്കാതെ മൂപ്പര് ചെയ്തു. അത് കണ്ടപ്പോൾ അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ എഴുതണം അങ്ങനെയല്ല എൻ്റെ കാര്യം എന്ന് പറയുമോ. ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ എല്ലാം ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നമുണ്ട്. ഒരു സിനിമ ഇറങ്ങി ഹിറ്റടിച്ച് കഴിഞ്ഞാൽ അത് ആ പാത പിടിച്ചിട്ട് പോകും. എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാ തരം പടം എനിക്ക് ഗെയിം ഓഫ് തോൺസിന് തലക്കെടുത്ത് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഗെയിം ഓഫ് തോൺസ് എന്ന് പറഞ്ഞ സിനിമ അത് കാണാത്തൊരു കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഹ്യൂജ് ക്യാൻവാസ്, ഹ്യൂജ് ജൈജാന്റിക്. അത് തിയേറ്റർ അല്ല, മനസ്സിലാവും, അത് സീരീസാണ്. ഒരു എപ്പിസോഡ് 1 മണിക്കൂറാണ്. അപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ആ സാധനം നമുക്കിപ്പോൾ ഇന്ത്യയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതം അതേ ലൈനിൽ അലക്കാം, മനസ്സിലായി, അതേ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും ഇൻവെസ്റ്റ് ചെയ്യും സീരീസ് എന്ന് പറഞ്ഞിട്ട് ആരും ആ ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കി എടുക്കണം ഭാവിയിൽ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കഥകൾ, ഞാൻ ഉദ്ദേശിക്കുന്ന കഥകൾ എനിക്ക് പറയണം. അതിപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയ ആൾക്കാരുടെ ഗുണം എന്ന് പറയുമ്പോൾ അവർ സറണ്ടർ ചെയ്യാൻ റെഡി ആയിട്ട് വരും. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടോവിനോ സറണ്ടർ ചെയ്തുകൊണ്ടാണ് ഈ ടോവിനോനെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിച്ച് അങ്ങനത്തെ സാധനം എടുക്കാൻ പറ്റി. അതിന്റെ ഒരു സീൻ ഉണ്ടല്ലോ, ലാസ്റ്റ് ഇങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ റൈറ്റ് നൗ ടോവിനോ അങ്ങനത്തെ സിനിമ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പോലും അവനെ കാസ്റ്റ് ചെയ്യില്ല. കാരണം ടോവിനോ വേറൊരു ലെവലിലോട്ട് എത്തി, ആ സ്റ്റാർഡം എത്തി. അപ്പം ഒരു ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആൾ അങ്ങനത്തെ റോൾ ചെയ്യാനും പറ്റില്ല. മനസ്സിലായി? അത് ഭയങ്കര എന്താ പറയുക, ഓഡിയൻസിന് അത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയി. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ എക്സ്പെരിമെന്റ് കാണിക്കാറുണ്ട്. വേറെ അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ഒരു ട്രിക്കി സിറ്റുവേഷനാണ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ബ്രൂട്ടസ് ചെയ്യുന്ന സമയത്ത് അതിലത്തെ എല്ലാ ആക്ടേഴ്സും, ഇപ്പോൾ ആസഫ് ആയിക്കോട്ടെ, ശ്രീനേട്ടനായിക്കോട്ടെ, അനുമോഹൻ ആയിക്കോട്ടെ, ടോവിനോ ആയിക്കോട്ടെ, സുധികോപ്പ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ദേ സറണ്ടേർഡ് ദെംസെൽസ് എന്ന ആക്ടർ എൻ്റെ വിഷന് വേണ്ടി. അതുകൊണ്ടാണ് എനിക്ക് അത്രയും നല്ല ഒരു ഹ്യൂമർ സാധനം ചെയ്തെടുത്ത് വർക്കൗട്ടാക്കി അത് തിയേറ്ററിൽ നല്ല വിജയമായിരുന്നു, നല്ല രീതിയിൽ ഓടി സിനിമയും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അത് എന്തുകൊണ്ടാണ് ഇവരെന്നെ വിശ്വസിച്ചിട്ട് നിൽക്കുന്നത് കൊണ്ട്. ആ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പടം അല്ലേ. അത് പറഞ്ഞത് പുതിയ ആൾക്കാരെടുത്ത് കാണുമ്പോൾ അവർ റെഡി ടു ഡൈ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ ആ ഫയർ നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ. ഈ മെക്സിക്കൻ ഭാരത ചേട്ടന്റെ മൂവിയാണെന്നാണ് മിക്കവാറും ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിച്ച സിനിമയാണ്. ടോം മെട്ടി എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ ബ്രൂട്ടസിന്റെ സമയത്ത് ടോം മെട്ടി എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു.
ടോമമെട്ടി ആണ് അതിന്റെ ഡയറക്ടർ. ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ. ഈ തെറ്റിദ്ധാരണ ഒരുമാതിരി എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഞാൻ ഡയറക്ട് ചെയ്തത്. 3 സിനിമകൾ തീവ്രം കഴിഞ്ഞാൽ മെക്സിക്കൻ അപാരതയും ഇതുപോലെ യൂട്യൂബ് ബ്രൂട്ടസ്, ഇത് 3. അപ്പോൾ ഞാൻ മെക്സിക്കൻ അപാരത ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പേര് അതല്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. സ്ഫടികത്തിന് ശേഷം അഭിനയിച്ച സിനിമ മെക്സിക്കൻ അപാരത. ഓക്കെ. അതിനുശേഷം ഞാൻ ഇടയിൽ നിന്ന് ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല. മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം അഭിനയം പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെക്സിക്കൻ അപാരത ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആ ബ്ലോക്ക് ബസ്റ്റർ എൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ ഞാനിവിടെ വലിയ വലിയ പടങ്ങൾ ചെയ്ത് ഞാൻ പോയത്. അല്ല, തീവ്രം പോലെ വലിയൊരു സിനിമ ചെയ്ത് വെച്ചോ? അതെ അതെ. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീവ്രമായിക്കോട്ടെ, യൂട്യൂബ് റൂട്ടേഴ്സ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര വലിയ വിജയമായിരുന്നില്ല. ഇവിടുത്തെ കണക്ക് എങ്ങനെയാണെന്ന് അറിയാം. 2 കോടിക്ക് പടം പിടിച്ചിട്ട് 2.5 കോടി കിട്ടിയാൽ അത് സക്സസ് അല്ല, ലാഭമാണ്. പക്ഷെ അത് സക്സസ് ആയിട്ട് കണക്കെടുക്കില്ല. അവരെ 2 കോടി മുടക്കുക, 10 കോടി വരണം, അപ്പോഴാണ് സൂപ്പർ ഹിറ്റ്. 8 കോടി ഡിഫറൻസ് ഒക്കെ. എനിക്കിത് മനസ്സിലാവുന്നൊരു കാര്യം നമ്മൾ ഞാൻ ഈ കാര്യം പറഞ്ഞു, മലയാള സിനിമയിൽ ഒരു ഭയങ്കര ലീഡിങ് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ അവർ പടം ചെയ്തു. അപ്പോൾ അവർ അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ എന്നെ നിർത്തി എന്നോട് പറഞ്ഞു. അപ്പം അയാൾക്ക് അറിയാം, ഇപ്പോൾ തീവ്രം 2 കോടിക്ക് ചെയ്തു, ഇപ്പോൾ 2.25 കോടി രൂപ കളക്ഷൻ വന്ന സിനിമയാണ്, പ്രോഫിറ്റാണ്. ഈ പറയുന്നത് പോലെ എന്താ പറയുക, യൂട്യൂബ് റോഡ്സും പ്രോഫിറ്റാണ്. ഇതൊക്കെ അയാൾക്കറിയാം, വലിയ ഹിറ്റല്ല അല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതൊക്കെയാണോ സക്സസ് രൂപേഷ്? 2 കോടിയിട്ട് 10 കോടിയല്ലേ വരണ്ടേ? അല്ല 2 കോടിയിട്ട് 2.5 3 കോടിയാണ് വരണ്ടേ? അപ്പോൾ ഇതൊരു സക്സസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എൻ്റെ മെക്കിട്ട് കയറി. ഞാൻ ഒന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാളൊരു പടം ഇറങ്ങാനുണ്ടായിരുന്നു. 5 കോടി ഇൻവെസ്റ്റ് ചെയ്ത സിനിമയാണ്. ആ പടം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് 50 ലക്ഷം രൂപ, 4.5 കോടി ക്ലീൻ ആയിട്ട് പോയി. അതിനുശേഷം ഞാൻ ഇയാളെ കണ്ടു. ഇപ്പം എന്താ ഇത് ഇങ്ങനെയാണ് ഈ സക്സസ്. ഞാൻ ഒന്നും പറയുന്നില്ല, നീ തന്നെ അയാൾ പോയി. പക്ഷേ ദ പോയിന്റ് ഇവരുടെ ചിന്താഗതിയാണ് പ്രശ്നം മിക്ക ആൾക്കാരുടെയും. ഇവിടെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുക, നമ്മൾ തിയേറ്ററിലോട്ട് വിടുക. ഈ ഞാൻ പറയട്ടെ, എത്ര കളക്ട് ചെയ്തു ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രൊഡ്യൂസറിന് മുടക്കിയ കാശ് തിരിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. ലാഭം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ പിന്നെയും നമുക്ക് അതേപോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റും. ഈ കിട്ടിയില്ലെങ്കിൽ നഷ്ടം വരാൻ പാടില്ല, ഇതാണ് എൻ്റെ തിയറി. അപ്പോൾ ഇവരങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇവർ വെച്ചാൽ ഹിറ്റ് അടിച്ചില്ല, അപ്പോൾ മനസ്സിലായോ, സൂപ്പർ ഹിറ്റ് അടിച്ചില്ല, ഹിറ്റ് ആണെങ്കിൽ പോലും സൂപ്പർ ഹിറ്റ് ആവണം. ഇതൊക്കെയാണ് അവരുടെ ഇഷ്യൂ. അപ്പോൾ ആ ഒരു ക്രൈസിസ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ സിനിമ ചെയ്യേണ്ടത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഡിജിറ്റൽ ലൈനിലോട്ട് ഞാൻ മിക്കവാറും മൊത്തത്തിൽ മാറി മിക്കവാറും. തിയേറ്റർ സപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പോയാലേ പറ്റും, വേറെ വഴിയില്ല. അതായത് സിനിമകളോടുള്ള ആളുകളുടെ ഒരു ഔട്ട്ലുക്ക് മാറിയില്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ സിനിമാറ്റിക് ആണെന്ന് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് റിയലിസ്റ്റിക് അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചോളൂ. ആളുകളുടെ തോട്ട് പ്രോസസ് മാറിയില്ലേ? അങ്ങനെ നോക്കി ലോക റിയലിസ്റ്റിക് ആണ്, ഫാന്റസി ഫിക്ഷൻ ആണല്ലോ. അങ്ങനെ ഇല്ലാന്നേ, അതൊരു കൾമിനേഷൻ ഓഫ് ചോയ്സസാണ്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പറയാം, മഹേഷിൻ്റെ പ്രതികാരം ഭയങ്കര റിയലിസ്റ്റിക് വ്യൂവിൽ, തൊണ്ടി മുതലും ദൃക്സാക്ഷികളും ഇതൊക്കെ എന്താ പറയുക ഭയങ്കര റിയലിസ്റ്റിക് അപ്രോച്ച്. അങ്ങനെയും സിനിമയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കി ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഹൈ ആൻഡ് കമേഴ്ഷ്യൽ സിനിമയാണ്, മനസ്സിലായി. അപ്പോൾ ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓരോ സംവിധായകരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഞാൻ കമേഴ്ഷ്യൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ പറയാം, തീവ്രം ഭയങ്കര റിയലിസ്റ്റിക് ഡാർക്കായിട്ട് ചെയ്യാൻ, പക്ഷെ ഞാൻ അത് കമേഴ്ഷ്യലാക്കി. ആ കമേഴ്ഷ്യൽ സാധനം ആക്കിയപ്പോൾ യൂട്യൂബ് റൂട്ടേഴ്സ് ഭയങ്കര കമേഴ്ഷ്യലാണ്. എനിക്ക് അത് വിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പം എന്നോട് എന്താ പറയുക, വിധേയൻ പോലത്തെ സിനിമ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അത് ചെയ്യുമ്പോൾ അതൊരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് മാറും. കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ പാട്ടും ഡാൻസും ഫൈറ്റും അതല്ല കേട്ടോ, നമ്മൾ പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു ഞാൻ പറയട്ടെ, ഇപ്പോൾ പെരുവണ്ണാമരത്തെ വിശേഷങ്ങൾ ഭയങ്കര കമേഴ്ഷ്യലാണ്, മനസ്സിലായി. അതിൽ പാട്ടും ഡാൻസും എനിക്ക് ഉണ്ട് ഇതിൽ. പക്ഷെ അത് ഈ പറയുന്ന സോ കോൾഡ് കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ നായകൻ ഒരു 10 ഇടി ഇടിക്കുന്നു, ഐറ്റം നമ്പർ, അങ്ങനെയൊന്നും ഇല്ല. സോ അത് ഞാൻ പറഞ്ഞ കമേഴ്ഷ്യൽ പഴയ സിനിമയാണ്. എനിക്ക് കുട്ടി ജനിച്ചിട്ടുണ്ട്, ഞാൻ കുട്ടി ഇരുമ്പോൾ തിയേറ്ററിൽ വരുന്ന സിനിമ. സോ വാട്ട് ഐ ആം സെയിങ് ഇസ് ദാറ്റ് അപ്പോൾ കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ വ്യൂ പോയിന്റ് അപ്പം അങ്ങനെ ആയി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് റിയലിസ്റ്റിക് പടങ്ങൾ ചെയ്യാൻ പറ്റും തോന്നിയിട്ട് എനിക്ക് ചെയ്യും. പക്ഷെ അതിൽ കമേഴ്ഷ്യലിൻ്റെ ഭയങ്കര വാല്യൂ ഉണ്ട്. ഇങ്ങനെ കോമഡി സിനിമകളൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടം, അങ്ങനത്തെ ആണോ? എനിക്ക് എല്ലാ ഷോകളും ചെയ്യുന്ന ആഗ്രഹം. ഇപ്പം ഞാൻ പറയട്ടെ, തീവ്രം ഡാർക്ക് ത്രില്ലറായിരുന്നു, ക്രൈം ത്രില്ലറായിരുന്നു. യൂട്യൂബ് റോഡ്സ് ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എൻ്റർടൈനർ ആയിരുന്നു. ഇപ്പം ഞാനിപ്പോൾ 3ാമത് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ, ഡയറക്ടർ സിനിമ
അത് എന്താ പറയാ ഫാമിലി ഡ്രാമ ഷൂട്ട് തുടങ്ങിയോ അതിന്റെ? കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഓ, അപ്പൊ ഉടനെ പ്രതീക്ഷിക്കാം നമുക്ക്. അതാ പറഞ്ഞ കുറച്ച് ഫണ്ടിന്റെ ഇഷ്യൂസ് ഉള്ളതാണ് സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഏതെങ്കിലും ആൾ എന്ന് പറഞ്ഞാൽ ഞാൻ തരാം കാശ് പോയി ചെയ്തു അങ്ങനെ ഒരാളെങ്കിൽ വിചാരിച്ചത് ചേട്ടനെ പോലുള്ള ഒരാൾക്ക് പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യാനോ കിട്ടാനോ ഇത്ര വലിയ ബുദ്ധിമുട്ടില്ലാതാണ്. സക്സസ് മാറ്റേഴ്സ് എ ലോട്ട്. സത്യമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ തീവ്രം യൂട്യൂബ് റൂട്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-20 കോടി രൂപ കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നടന്നാണ്. സക്സസ് മാറ്റേഴ്സ് എ ലോട്ട്. സക്സസ് എന്ന് പറഞ്ഞ സംഭവം ജനങ്ങളുടെ അംഗീകാരം മാത്രമല്ല, ബോക്സ് ഓഫീസ് കളക്ഷനും ഇൻ ടേംസ് ഓഫ് റവന്യൂ ഇതൊക്കെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സാധനം പിടിച്ചു പോകാൻ പറ്റും. ഞാൻ ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ ആൾക്ക് അങ്ങനെയൊന്നും അറിയട്ടെ എന്ന് വെച്ചിട്ട്, കാരണം എൻ്റെ പരാജയമായിട്ട് ഞാനത് കാണുന്നില്ല. ഞാനത് എനിക്കൊരു തിരിച്ചറിവാണ്. കാരണം ഞാൻ എന്താ പറയുക, കാണുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ എനിക്ക് മാറി കിട്ടി. എനിക്കത് മാറി കിട്ടി. അതുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ കാണുന്നു. അപ്പോൾ നാളെ ഇപ്പം ഞാനൊരു സിനിമ ചെയ്ത് അത് ഇനി ഒരു 100 കോടി കളക്ട് ചെയ്തു എന്ന് വിചാരിച്ചു, എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഭീകരമായിട്ട് ഉണ്ടായതുകൊണ്ട് സക്സസ് എന്നെ എഫക്റ്റ് ചെയ്യില്ല, ഫെയിലിയർ എന്നെ എഫക്റ്റ് ചെയ്യില്ല. കാരണം എനിക്കറിയാം. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, ഇഫ് ഐ എം ഡൂയിങ് എൻ എക്സ്പെരിമെൻറ്റ് ടുമോറോ, എന്താ പറയുക, കൈ പൊള്ളുകയാണെങ്കിൽ പോലും എൻ്റെ കൈ പൊള്ളാത്ത രീതിയിൽ ആക്കിയെടുക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായി? അത് ജീവിതമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അപ്പോൾ പൊള്ളാണ്ടിരിക്കാൻ നല്ലത്. അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു അങ്ങനത്തെ ഒരു ചിന്താഗതി. നല്ലൊരു ബിസിനസ്മാൻ ആണോ ഇപ്പോൾ? അല്ല അല്ല, ഞാൻ ഈ ഇതുവരെ 10 പൈസ ലാഭം ഉണ്ടാക്കാത്ത ആളാണ് ഞാൻ പറയട്ടെ, ഞാൻ സംവിധാനം ചെയ്ത സിനിമകളിൽ എല്ലാവരും അല്ല, യൂട്യൂബ് പ്രൊഡ്യൂസ് 10 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോൾ അയാൾ രംഗത്തോട്ട് വരും. സത്യം പറയാം, ഈ 10 പൈസ തന്നിട്ടില്ല അയാൾ മുങ്ങി. ശരിക്കും മറ്റേ പേര് പറഞ്ഞിട്ട് അറം പറ്റി എന്ന് പറയില്ലേ, യൂട്യൂബ് റൂട്ടേഴ്സ്. എനിക്കാണ് അറം പറ്റിയത്. മിക്ക ആൾക്കാർ കാശ് കിട്ടില്ല. കാരണം എന്ത് മനുഷ്യനാണെന്തോ. അതിനുശേഷം ഞാൻ അപ്പോൾ നമുക്കൊരു പണി കിട്ടി കഴിയുമ്പോഴാണല്ലോ നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിതത്തിൽ വർക്ക് ചെയ്യില്ല. പിന്നെ ആൾ അപ്രോച്ച് ചെയ്തായിരുന്നു. എന്ത് അപ്രോച്ച്? ആൾ മുങ്ങി കഴിഞ്ഞാൽ എന്ത് അപ്രോച്ച്? എനിക്ക് ഉണ്ട്, അവിടെ അവിടെയൊക്കെ കാണാറുണ്ട്. ഞാൻ തപ്പിപ്പോകാനൊന്നും ഇല്ല. എനിക്കൊരു പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മളൊരു എഗ്രിമെന്റും അങ്ങനെ കോൺട്രാക്റ്റൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം അതൊന്നും ഞാൻ ചെയ്തില്ല. അതാണ് വിശ്വസിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പണി കിട്ടി. ഇപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ടാണോ? ഇപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഇപ്പൊ ഞാൻ റീസെന്റ് അതിനുശേഷം മെക്സിക്കൻ അവാർഡിൽ അഭിനയിച്ചു. എനിക്ക് അതിൽ നിന്ന് ശമ്പളം കിട്ടി. ശമ്പളം കിട്ടാണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവസ്ഥയൊന്നുമില്ല. ഇപ്പൊ ഈ സിനിമ ആയപ്പോലും എൻ്റെ പ്രൊഡ്യൂസർ കറക്റ്റായിട്ട് പേയ്മെന്റ് എല്ലാം കറക്റ്റായിട്ട് തന്നു. ഇപ്പൊ ഞാനിപ്പോൾ സംവിധാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു സ്വന്തം പ്രൊഡക്ഷൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പടം ചെയ്തിട്ട് ഫണ്ട് തീർന്നതുകൊണ്ട് ഇടയ്ക്ക് നിന്നുപോയി. അത് ഞാൻ വൈൻഡപ്പ് ചെയ്ത് തീർക്കും എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ ചിന്താഗതികൾ കുറെ മാറിയത് അനുഭവങ്ങളിലൂടെ. അതുകൊണ്ട് എന്താ പറയാ, സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമയിൽ നിന്ന് തന്നെ ലാഭം ഉണ്ടാക്കുക. ആ ഒരു ജീവിക്കാൻ കാശ് നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയെടുത്ത് പറ്റും. ഇപ്പം ഞാൻ പറയട്ടെ, കാർത്തിക് ശങ്കർ എക്സ്ട്രീംലി സക്സസ്ഫുൾ യൂട്യൂബർ എന്നല്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അവൻ എന്താ പറയുക, അവൻ്റെ കോണ്ടന്റും സാധനങ്ങളെല്ലാതും സിനിമാറ്റിക് ആയ രീതിയിൽ ചെയ്തിട്ട് യൂട്യൂബ് അവൻ്റെ ചാനലിലൂടെ വിടുന്നു, സമ്പാദിക്കുന്നു, പേരുണ്ട്, എല്ലാതും ഉണ്ട്. ഞാൻ അവനോടെപ്പോഴും ചോദിക്കാറുണ്ട്, നീ എന്താ സിനിമ സംവിധാനം ചെയ്യാത്തത്? കാരണം അവൻ്റെ കാശുണ്ട്. അപ്പം അവൻ പറഞ്ഞത്, ഇല്ല ചേട്ടാ, വേറെ ഒന്നുമല്ല, എനിക്ക് ഞാൻ സിനിമ എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റക്കായി പോകും. അപ്പം മനസ്സിലായി, നിന്നു പോകും പരിപാടി. ഇപ്പോൾ വത്സര ക്ലബ്ബ് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ കോണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോളത് ഇങ്ങനെ ചെയ്ത് നീ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കില്ലേ? ഞാൻ നേരത്തെ ഈ സിനിമ വരുന്നു ഞാൻ കമ്മിറ്റ് ചെയ്ത് അന്ന് തൊട്ട് 1 മാസത്തേക്കുള്ള കോണ്ടന്റ് ഞാൻ ഷൂട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് ലൈനപ്പ് ചെയ്ത് മറ്റേ അവൻ ഷെഡ്യൂൾ വെച്ചിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സമയമാകുമ്പോൾ ടക്ക് 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 എന്ന സാധനം പോകും. അപ്പം അങ്ങനത്തെ ഒരു വിഷയമുള്ള പയ്യനാണ്. അപ്പോൾ അവൻ പറഞ്ഞത് സിനിമ ചെയ്യാണെന്നൊരു ഡബിൾ പണിയാണ്. അല്ലെങ്കിൽ ആ സമാധാനമായിട്ട് ഇപ്പുറത്ത് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇത് ഒന്നിനും കുറച്ച് കാണാൻ പാടില്ല, കാശുണ്ടാക്കണം സ്വാഭാവികമായിട്ടും. ഇപ്പോൾ എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അറിയാത്തൊരു പണി ഞാൻ ചെയ്യൂല. പറയുന്ന പരിപാടി ചെയ്തിട്ട് കാശുണ്ടാക്കുക എന്നുള്ളൂ, ജീവിക്കുക. എനിക്കിപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പോലത്തെ ആളുടെ ജീവിതം ഭയങ്കര ഈസിയാണ്. ഞാൻ എപ്പോഴും 20 കൊല്ലം മുമ്പ് വാങ്ങിച്ച സാൻഡ്രോണ് ഞാൻ ഓടിച്ചടക്കണം. എനിക്ക് റേഞ്ച് റോവർ അങ്ങനെ എന്തിന് ആരെ കാണിക്കും? ഞാൻ എവിടേക്ക് പോകില്ല പറഞ്ഞാൽ ഞാൻ റേഞ്ച് റോവർ വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. അല്ല, നമുക്ക് ആളുകൾക്ക് ആഗ്രഹങ്ങൾ വരുമല്ലോ. അതായത് ഇപ്പോൾ ഓക്കെ എനിക്ക് നല്ലൊരു കാർ വാങ്ങിക്കണം. എന്നെ ആഗ്രഹം എനിക്ക് സിനിമ ചെയ്യണതാണ്. എന്നെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കഥ എൻ്റെ രീതിയിൽ ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് എനിക്കൊന്നും ഇല്ല. ആഗ്രഹം സിനിമ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ സ്വപ്നം. എൻ്റെ ഡ്രൈവ് അതാ ഞാൻ പറഞ്ഞു.
ഞാനതാ പറഞ്ഞത്, ഇപ്പം ഞാനൊരു റേഞ്ച് റോവർ വാങ്ങിച്ചിട്ട് എവിടേക്ക് പോകണ്ട, എവിടേക്കെങ്കിലും പോകട്ടെ. അല്ല, നല്ല വലിയ മൂവിക്ക് നമുക്ക് പ്രൊമോഷനൊക്കെ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ ചാനലുകാരൊക്കെ എടുക്കും. ഒരു കാര്യമില്ല, അതെന്ത് കാര്യം ചെയ്യണതിൽ എനിക്കിപ്പോഴും നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചില ആൾക്കാർക്ക് എന്താ പറയുക, കാറിനോടുള്ള ഭയങ്കരമായ ഒരു ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ്. അതൊന്നും എനിക്ക് അസൂയയിലും ഒന്നുമില്ല. പക്ഷേ താല്പര്യമില്ല. അതെ, എനിക്ക് അങ്ങനെയല്ല. ഞാൻ അതാ പറയണത്. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഓടി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യും. എൻ്റെ കാരണം 20 കൊല്ലം എൻ്റെ വണ്ടി, ഞാൻ അതിൽ നിന്നാണ് ഓടുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ടാറ്റ ഇന്നോവയൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പോകണം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഞെക്കണം ഒരു ഹൈ എൻഡ് കാര്യമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായി പോയി. ഐ എം സോറി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, കാശ് ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, അങ്ങനെ ഉണ്ടല്ലോ ഓർഫനേജസും NGOs ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ 2 കോടിക്കൊരു കാറ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴും ആലോചിക്കുന്ന കാര്യം. ടാറ്റ ഇന്നോവ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 20 കൊല്ലത്തേക്ക് ആ വണ്ടി സുഖസുന്ദരമായിട്ട് ഓടും ചെയ്യും. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓടും, മതി. അത് മതിയില്ലേ, നമുക്ക് എത്തിയാൽ മതി അല്ലേ? അല്ല, മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആണല്ലോ അല്ലേ? ഏത് സ്മാർട്ട് ഫോൺ ആണ്. അതുണ്ട്, കാരണം വേറെ വഴിയില്ല. കാരണം ഈ പറഞ്ഞ തന്നെ ഞാൻ ഫോൺ വിളിക്കാൻ മാത്രമല്ലേ കീപാഡ്. അല്ല, അങ്ങനെയല്ല. എനിക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്. കാരണം ആ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ഇപ്പോൾ വത്സര ക്ലബിൻ്റെ PR ഈ സാധനം ഷെയർ ചെയ്യും, ഈ സാധനം പോസ്റ്റ് ചെയ്യും, അത് വേണ്ടേ? എക്സാക്ട്ലി. പക്ഷെ നാളെ ഭാവിയിൽ ഞാൻ ഇഫ് ഐ ഹാവ് ദ മണി ആൻഡ് സക്സസ് ആൻഡ് ലിവറേജ്, ഞാനിതെല്ലാം എന്താ പറയുക PR-നെ ഏൽപ്പിക്കും, നിങ്ങൾ ചെയ്തതെന്ന് പറയും. അത് അത്രയേ ഉള്ളൂ. കാരണം ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സെൻ മോഡിലൂടെ നമ്മൾ പോയില്ലേ, ആ അവസ്ഥയാണ് ഞാനപ്പോൾ. ഒരു കാര്യമില്ല. അത് നമ്മൾ സംസാരിച്ച് വേറെ ഇന്റലക്ച്വൽ ആയ ഭാഗത്തേക്ക്. ഇന്റലക്ച്വൽ ഒന്നും അല്ല, ഞാൻ ഉള്ള കാര്യം പറയുന്നത്. ഞാനിത് ആരുടെ എപ്പോഴും പറയും, ഇതൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഓക്കെ, ഇപ്പൊ ഈ വത്സല ക്ലബിനകത്തോട്ടേക്ക് നമ്മൾ വരുമ്പോഴേ, അതിപ്പോൾ നമുക്കൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടന് മനസ്സിലാവില്ല, അതിപ്പോൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇത് വർക്കാവും അല്ലെങ്കിൽ ഇത് വർക്കാവില്ല എന്നൊരു തോട്ട് വരില്ലേ? നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ഡയറക്ടറിൻ്റെ വിഷന് വേറെ ഒന്നും ഉണ്ടല്ലോ. നമുക്ക് ചില സാധനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ അളിയാ എന്ന് പറയും. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയും, ഏറ്റവും നല്ല എക്സാമ്പിൾ. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എക്സാമ്പിൾ പറയാൻ പറ്റുള്ളൂ. മെക്സിക്കൻ അവാർഡിക്ക് ശേഷം 2 റൈറ്റേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കഥ പറഞ്ഞു. ഞാൻ ആ കഥ കേട്ടിട്ട് ഞാൻ തലയിൽ കൈവച്ചു, ഇതിങ്ങനെ നടക്കും. അതായത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കഥ. സ്ക്രിപ്റ്റ് ഉണ്ടോ? ഫുൾ സ്ക്രിപ്റ്റ്. ഞാനിത് വായിച്ചിട്ട് ഞാൻ ഇവരെ നോക്കുക, ഞാൻ നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു, പ്രൈം മിനിസ്റ്റർ മരിച്ചത് അറിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കഥ, മനസ്സിലായോ? അപ്പോൾ അതിൽ വേറൊരു ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല ആരുടെയും, പിന്നെ പടത്തിൻ്റെ പേര് ഞാൻ പറയും, പക്ഷെ ആ ആക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൻ എന്നിട്ട് എന്നെ വിളിച്ചു, അവനും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, ചേട്ടൻ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അഭിനയിക്കാൻ അത് മെക്സിക്കൻ അവാർഡിക്ക് ശേഷം അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു മെയിനായിട്ട്. ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പുറത്തെ നടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്യുന്നില്ല, നീ വേണം ചെയ്തോ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ മുടക്കി. എന്നിട്ട് ഈ സിനിമ നടന്നു, മനസ്സിലായോ? ഈ സിനിമ നടന്നു. ഞാൻ ഈ സിനിമ എന്താ പറയുക, നെറ്റ്ഫ്ലിക്സിലാണ് ഞാൻ ഈ പടം കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് പടം ഇറങ്ങി തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോക്ക്ഡൗൺ ഉണ്ട്. ഒരാഴ്ച 2 ആഴ്ച നല്ല രീതിയിൽ ഓടി. അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നിട്ട് ഈ പടം പിന്നെ പോയി. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഈ പടം വന്നു. പടത്തിൻ്റെ പേര് ഞാൻ പറയും. ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ കഥ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ടെല്ലിങ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഫിലിം. അപ്പം ഞാൻ ഡയറക്ടർ അന്ന് ഈ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഡയറക്റ്റ് ചെയ്ത ആളുടെ പേര് മുസ്തഫ എന്നാണ്, പടത്തിൻ്റെ പേര് കപ്പേള എന്നല്ല പടത്തിൻ്റെ പേര്. മുസ്തഫ ഡയറക്റ്റ് ചെയ്ത എന്താ പറയുക, അതായത് അന്ന ബെൻ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പറയുക റോഷൻ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനാഥ് വാസി അഭിനയിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ പരിപാടിയും കാര്യങ്ങളും ഓർമ്മയില്ല. കപ്പേള എന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ പടം കണ്ട് ഞെട്ടിപ്പോയി. ഗംഭീര സിനിമ. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എനിക്ക് ക്ലൈമാക്സ് വരെ എനിക്കറിയാം. അപ്പോൾ ഈ പടം തീരുന്ന സമയത്ത് ക്ലൈമാക്സ് എൻ്റെ മനസ്സിലുണ്ട് ഇതായിരിക്കും സംഭവിക്കാൻ പോണത്. കുറേ കഴിയുമ്പോഴാണ് ഇത് ഞാൻ ചെയ്യേണ്ട സിനിമ ആയിരുന്നില്ലേ എന്നൊരു സാധനം വന്നത്. ഞാൻ എന്നിട്ട് മുസ്തഫേനെ അതിനുശേഷം കണ്ടപ്പോൾ ഞാൻ പറയേണ്ട പൊന്നളിയാ, ഞാൻ ഇത് സ്ക്രിപ്റ്റ് മാറ്റിയതാണോ? ഈ ഒരു മാറ്റം വരത്തില്ല. അതേ പറഞ്ഞ ഡയറക്ടറിൻ്റെ വിഷൻ ഉണ്ടല്ലോ,
അന്ന് മുസ്തഫയാണ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ സമ്മതിച്ചേനെ. അതെ, ഏത് ക്യാരക്ടറായിരുന്നു ചെയ്യാൻ വിളിച്ചത്? ശ്രീനാഥൻ്റെ അയ്യോ, അത് വല്ലാത്തൊരു മിസ്സിംഗ് ആയി പോയിട്ടോ. അതാ ഞാൻ പറഞ്ഞു. പക്ഷെ അത് എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം റിഗ്രറ്റ് ഇല്ല എന്ന് വെച്ചാൽ അതെനിക്ക് ഞാൻ പഠിച്ചൊരു കാര്യം. കാരണം അവിടെയാണ് നമ്മൾ ഡയറക്ടറിൻ്റെ വിഷനെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഭയങ്കര മോശമായിരിക്കും, പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനെ വിശ്വസിച്ചിട്ട് നമ്മൾ ആക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗംഭീര സാധനം വരും. അപ്പം ഞാൻ പഠിച്ചത് അങ്ങനെ. അപ്പം ഞാൻ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ പോലും ഡയറക്ടറിൻ്റെ വിഷനാണ് ഞാൻ നോക്കുക. ഇപ്പോൾ ഡയറക്ടറിന് സ്ട്രോങ് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അസോസിയേറ്റ് അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സ്ക്രിപ്റ്റുകൾ കേട്ട് ലിജോയ്ക്ക് കഥ പറയാനേ അറിയില്ല. അപ്പോൾ ലിജോ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യൂല ആരും, പക്ഷെ ലിജോ ചെയ്ത് വെക്കുന്ന ഗംഭീര സിനിമ. എക്സാക്ട്ലി അങ്ങനത്തെ ഒരു അത് എന്താ വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ലിജോൻ്റെ വിഷന് എന്താ പറയുക സറണ്ടർ ചെയ്ത് അയാളുടെ സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയധികം സക്സസ് ഉണ്ടാവുന്നത് ആസ് എ ഫിലിം മേക്കർ. അപ്പം ഞാനതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ ജഡ്ജി നിർത്തി. ഞാൻ ഡയറക്ടറിൻ്റെ വിഷനെ നോക്കുള്ളൂ. അഭിനയിക്കും ആണെങ്കിൽ ഡയറക്ടറിൻ്റെ വിഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. പാളിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഭാരതത്തിൽ സ്ക്രിപ്റ്റ് കിട്ടി ഞാൻ ആരും ചെയ്യില്ല, വേറെ കാര്യം. ഇപ്പോൾ ടോമിന് വിഷൻ ഉണ്ടായിരുന്നു, നമ്മളത് നിന്നു. അവൻ്റെ വിഷനാണ് എന്താ പറയുക മെക്സിക്കൻ പറഞ്ഞത്, അതുകൊണ്ട് അത്ര വലിയ ഹിറ്റായത്. ഡയറക്ടറിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഈ വത്സല ക്ലബിനെ കുറിച്ച് എന്താ ഒരു ഇൻറ്റ്യൂഷൻ വരുന്നത്? എൻ്റർടൈനറാണ് ഇത്. ഭയങ്കര ഗംഭീര മേളസന്മാരെ മാറ്റി അങ്ങനെ ഇറ്റ്സ് 2 മണിക്കൂർ നമുക്ക് ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പോയി കണ്ട് പൊട്ടിച്ചിരിച്ച് തിരിച്ചു, അത്രേ ഉള്ളൂ. കാരണം ലോജിക്ക് ഇല്ലേ സിനിമയിൽ. അത് ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഒരു ഗ്രാമം കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. പക്ഷെ ഇത് എന്നാൽ പോലും ഒരു ഫിക്ഷണൽ കഥയാണ്, ഫിക്ഷണൽ ലാൻഡാണ്, ഒരു ലോജിക്കല്ല. പക്ഷെ ഇറ്റ്സ് എ ഫൺ മൂവി. അത് ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് സിനിമ കാണുക, പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ലൈക്ക് വെൽ പാക്ഡ് ആണ്, ഫീൽ ഗുഡ് മൂവി. അത്രേ ഉള്ളൂ. ഫീൽ ഗുഡ് അല്ല, ഇറ്റ്സ് എ ഫൺ മൂവി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫീൽ ഗുഡ് ചില ആൾക്കാർ കിട്ടുമായിരിക്കും, ഫീൽ എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് എ ഫൺ ഫിലിം, അത്രേ ഉള്ളൂ. കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പോവുക, കാണുക, എൻ്റർടൈൻ ആവുക, പിടിച്ചു പോരുക. ഈ ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ജിനിയനെ പോലത്തെ പ്രൊഡ്യൂസർമാരും അനുഷ്ഠ മോഹനെ പോലത്തെ ഡയറക്ടർമാരും ഒക്കെ വരും. ഇതേപോലത്തെ കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വത്സല ക്ലബ്ബ് നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.